ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു കർമ്മ അക്കാഡമി. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് മോഡേൺ ഹിസ്റ്ററി ആണ്. മോഡേൺ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് മോഡേൺ ഹിസ്റ്ററിയെ നമ്മൾ 3 ഫേസസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. 3 ഫേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മോഡറേറ്റ് ഫേസ്. ഏതാണ്? ഒന്ന് മോഡറേറ്റ് ഫേസ് എന്ന് പറയും. രണ്ടാമത്തെ ഫേസ് ആണ് എക്സ്ട്രീമിസ്റ്റ് ഫേസ്. അപ്പൊ മൂന്നാമത്തെ ഫേസ് ഗാന്ധിയൻ ഫേസ്. ഇങ്ങനെ 3 ഫേസസ് ആയിട്ടാണ് നമ്മൾ മോഡേൺ ഹിസ്റ്ററിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനി നമുക്ക് ഈ മോഡേൺ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സിലേക്ക് പോവാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മോഡേൺ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം കോൺഗ്രസിന്റെ ഫോർമേഷനും INCയുടെ സെഷൻസും INC ആയിട്ട് ബന്ധപ്പെട്ട പ്രധാന നേതാക്കളെയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് INCയുടെ ഫോർമേഷൻ നോക്കാം. എന്നാണ് INC ഫോം ചെയ്യുന്നത്? 1885 ഡിസംബർ 28 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. എവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്? അറ്റ് ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ് അറ്റ് ബോംബെ. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ 28 ഡിസംബർ 1885 INCയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സെഷൻ നടക്കുന്നത്. ഇപ്പം ഫസ്റ്റ് ബോംബെയിലാണ് ഫസ്റ്റ് സെഷൻ നടക്കുന്നത്. എന്നാൽ ആദ്യമായിട്ട് ഈ ഫസ്റ്റ് സെഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നത് ബോംബെ ആയിരുന്നില്ല, പൂനെ ആയിരുന്നു. അത് എന്തുകൊണ്ടാണ് പൂനെയിൽ നിന്നും പെട്ടെന്ന് വെന്യൂ ബോംബെയിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചാൽ, പെട്ടെന്നുണ്ടായ പ്ലേഗ് കാരണമാണ് എന്ത് മാറ്റുന്നത്? വെന്യൂവിൽ ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യത്തെ സെഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ പൂനെയിലായിരുന്നു. പിന്നീട് പ്ലേഗ് കാരണം നമ്മൾ വെന്യൂ എങ്ങോട്ടേക്ക് മാറ്റി? ബോംബെയിലേക്ക് മാറ്റി. എന്നായിരുന്നു ഫസ്റ്റ് സെഷൻ? 28 ഡിസംബർ 1885 ആരായിരുന്നു INCയുടെ ഫോർമേഷനിൽ മുഖ്യ പങ്ക് വഹിച്ചത്? INC ഫോം ചെയ്യുന്നത് അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന AO ഹ്യൂമും WC ബാനർജിയും ചേർന്നിട്ടാണ്. AO ഹ്യൂം ആയിരുന്നു INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? AO ഹ്യൂം. അപ്പൊ INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി, ഉമേഷ് ചന്ദ്ര ബാനർജി എന്ന WC ബാനർജി ആയിരുന്നു എന്ത്? INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഇനി INCയുടെ ആദ്യ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആദ്യ സെഷനിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 72 ഡെലിഗേറ്റ്സ് ആയിരുന്നു ഫസ്റ്റ് സെഷനിൽ പങ്കെടുത്തത്. ബോംബെയിലെ ആദ്യത്തെ സെഷനിൽ 72 പേരാണ് പങ്കെടുത്തത്. എന്നാൽ 72-ൽ നിന്നും രണ്ടാമത്തെ സെഷൻ എത്തിയപ്പോഴേക്കും അത് എത്ര പേരായിട്ട് മാറി? 436, 436 ഡെലിഗേറ്റ്സ് ആയിട്ട് ഒരു മാസ് ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട് ആ ടൈമിൽ. ഇനി INCയുടെ ഫോർമേഷൻ ഏത് തിയറിയെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ സേഫ്റ്റി വാൽവ് തിയറി. ചില ടെക്സ്റ്റുകളിൽ നമ്മൾ ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് കാണും. അതല്ല, നമ്മുടെ സേഫ്റ്റി വാൽവ് തിയറിയാണ്. ലാലാ ലജ്പത് റായ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സേഫ്റ്റി വാൽവ് തിയറിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ INC ഫോർമേഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ INCയുടെ ഫോർമേഷന് ബേസ് ചെയ്തിരിക്കുന്ന തിയറി ഏതാണെന്ന് ചോദിച്ചാൽ സേഫ്റ്റി വാൽവ് തിയറി. ലാലാ ലജ്പത് റായ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ലാലാ ലജ്പത് റായ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പഞ്ചാബ് ലയൺ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? ലാലാ ലജ്പത് റായ്. ഇനി ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഫോർമേഷന് മുഖ്യ പങ്ക് വഹിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പഞ്ചാബ് ലയൺ എന്നറിയപ്പെടുന്ന ലാലാ ലജ്പത് റായ്. അപ്പൊ ഏത് ബാങ്കിന്റെ ഫോർമേഷൻ ആണ്? അത് ഓർത്തു വെക്കുക. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഫോർമേഷന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്? ലാലാ ലജ്പത് റായ്. ഇനി ഈ INCയുടെ ഫോർമേഷൻ സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് ഡഫറിൻ പ്രഭു ആയിരുന്നു ആ ടൈമിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. അദ്ദേഹത്തിന്റെ കാലഘട്ടം പഠിച്ചു വയ്ക്കുക. 1884 മുതൽ 1888 വരെ. കാണാതെ പഠിക്കേണ്ട. INC ഫോർമേഷന്റെ തലേ വർഷം മുതൽ ഫോർമേഷൻ നടന്നൊരു 3 വർഷം വരെ ആരായിരുന്നു? ലോർഡ് ഡഫറിൻ ആയിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ സമയത്ത് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ആംഗ്ലോ ബർമീസ് വാർ. എന്താണ് പ്രധാനപ്പെട്ട സംഭവം? ആംഗ്ലോ ബർമീസ് വാർ എന്നാണ് നടക്കുന്നത്?
1885 മുതൽ 1886 വരെയായിരുന്നു എന്ത് നടന്നത്? ആംഗ്ലോ ബർമീസ് വാർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി റീക്യാപ്പ് ചെയ്യാം. INC ഫോർമേഷൻ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 28 ഡിസംബർ 1885. എവിടെ വെച്ചിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അറ്റ് ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്, ബോംബെ. പൂനെയിൽ നിന്ന് നമ്മൾ വെന്യൂ എങ്ങോട്ടേക്ക് മാറ്റുന്നു? ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആരാണ് ഫോം ചെയ്യുന്നത്? അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ് INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. 1892 വരെ INCയുടെ ജനറൽ സെക്രട്ടറി AO ഹ്യൂം എന്ന അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തു INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഉമേഷ് ചന്ദ്ര ബാനർജി എന്ന WC ബാനർജി ആയിരുന്നു INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഇനി ഏത് തിയറിയെ ബേസ് ചെയ്തിട്ടാണ് INC ഫോം ചെയ്തത് എന്ന് ചോദിച്ചാൽ സേഫ്റ്റി വാൽവ് തിയറിയെ ബേസ് ചെയ്തിട്ടാണ് INC ഫോം ചെയ്യുന്നത്. ഇനി അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലാലാ ലജ്പത് റോയ് ആണ്. അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പഞ്ചാബ് ലയൺ. ഇതേപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഫോർമേഷന് നേതൃത്വം വഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് ചോദിച്ചാലും ആരാണ്? ലാലാ ലജ്പത് റോയ്. ഇദ്ദേഹം എങ്ങനെയാണ് ലാലാ ലജ്പത് റോയ് മരണപ്പെടുന്നത്? ഈ സൈമൺ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വലിയൊരു രീതിയിൽ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം നടക്കുമ്പം ബ്രിട്ടീഷുകാരുടെ ലാത്തി ചാർജിലാണ് ആര് കൊല്ലപ്പെടുന്നത്? ലാലാ ലജ്പത് റായ് കൊല്ലപ്പെടുന്നത്. ഈ കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി ആ ടൈമിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് ഡഫറിൻ ആയിരുന്നു ആ ടൈമിലെ ഗവർണർ ജനറൽ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി നമ്മൾ ഫസ്റ്റ് ഫോർമേഷനും പ്ലേസും പ്രസിഡന്റ് ആരായിരുന്നു എന്നും പറഞ്ഞു. ഇനി രണ്ടാമത്തെ സെഷൻ എന്നാണ് നടന്നത്? 1886 കൽക്കട്ടയിൽ വെച്ചിട്ടാണ് INCയുടെ രണ്ടാമത്തെ സെഷൻ നടക്കുന്നത്. ആ ടൈമിലെ INC പ്രസിഡന്റ് ആരായിരുന്നു? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ആയിരുന്നു രണ്ടാമത്തെ സെഷന്റെ INC പ്രസിഡന്റ്. രണ്ടാമത്തെ സെഷൻ 1886 തുടർന്നുള്ള വർഷങ്ങളിലെല്ലാം INC സെഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ ചില വർഷങ്ങളിൽ ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില വർഷങ്ങളിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? INC സെഷൻ ബാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതല്ലാതെ തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിലെല്ലാം INCയുടെ സെഷൻസ് നടക്കുന്നുണ്ട്. ദാദാഭായ് നവറോജി ആയിരുന്നു രണ്ടാമത്തെ സെഷനിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. ദാദാഭായ് നവറോജി എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അറിയപ്പെടുന്നത്? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജി. ഇദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ഇദ്ദേഹത്തിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്, ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ. ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്ന് വിശേഷിപ്പിക്കുന്നതും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ബ്രിട്ടീഷ് എംപയറിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗ്ലാഡ്സ്റ്റൺ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്ന പേരിൽ ദാദാഭായ് നവറോജി അറിയപ്പെടുന്നത്. ഇനി 1887 ആദ്യത്തെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് അല്ലാതെ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു INCയുടെ സെഷൻ നടക്കുകയാണ് 1887. ആ സെഷന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ബദറുദ്ദീൻ ത്യാബ്ജി. ബദറുദ്ദീൻ ത്യാബ്ജി. അതിനുശേഷം 1888 അലഹബാദ് സെഷൻ. ഈ അലഹബാദ് സെഷന്റെ പ്രത്യേകത എന്താണ്? ആദ്യമായിട്ട് ഒരു വിദേശി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നു. ദ ഫസ്റ്റ് നോൺ ഇന്ത്യൻ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരാണ്? ജോർജ് യൂൾ. 1888 ആദ്യമായിട്ട് ഒരു വിദേശി എന്താവുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അല്ലേ? ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ റെസല്യൂഷൻ അഥവാ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ആദ്യത്തെ ഫോർമേഷൻ ഡേയിൽ ഫസ്റ്റ് സെഷനിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ജി സുബ്രഹ്മണ്യ അയ്യർ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രധാനപ്പെട്ട പത്രം ആരംഭിച്ചിരുന്നു, ഹിന്ദു. അപ്പൊ ഹിന്ദു ന്യൂസ് പേപ്പർ ആരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്? ജി സുബ്രഹ്മണ്യ അയ്യർ. ഇനി ഒരേ ഒരു മലയാളി ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് കോൺഗ്രസ് സെഷനിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. നമ്മുടെ കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പേര് ഒരുപാട് കേൾക്കും. മലയാളി മെമ്മോറിയലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരാണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കോൺഗ്രസ് സെഷനിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഇനി
ഒരേ ഒരു മലയാളിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ അഥവാ സി ശങ്കരൻ നായർ. ഇദ്ദേഹം 1897 അമരാവതി സെഷനിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത്. അപ്പൊ ചേറ്റൂർ ശങ്കരൻ നായർ പ്രസിഡന്റ് ആയ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അമരാവതി സെഷനിലാണ് സി ശങ്കരൻ നായർ പ്രസിഡന്റ് ആവുന്നത്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്, ഗാന്ധി ആൻഡ് അനാർക്കി. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗാന്ധി ആൻഡ് അനാർക്കി അഥവാ ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് ബ്രിട്ടീഷ് INC ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാന വ്യക്തികളാണ്, ഒന്ന് ദാദാഭായ് നവറോജി, മറ്റൊന്ന് ബദറുദ്ദീൻ ത്യാബ്ജി. ഈ രണ്ട് വ്യക്തികളെ പറ്റി നമുക്ക് നോക്കാം. ദാദാഭായ് നവറോജിയെ പറ്റി ഞാൻ 2 പോയിന്റ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ, അതേപോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ഈ 2 പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അദ്ദേഹമാണ് ബ്രിട്ടീഷ് ഹൗസിൽ ആദ്യമായിട്ട് മെമ്പർ ആകുന്ന ഒരു ഇന്ത്യക്കാരൻ. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം ദ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസ്. ആരാണ്? ദാദാഭായ് നവറോജി. ഏത് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ലിബറൽ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു ആര്? ദാദാഭായ് നവറോജി. ഇനി വെൽബെ കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? ദാദാഭായ് നവറോജി ആണ്. ഇന്ത്യയുടെ വെൽത്ത് ഏതൊക്കെ രീതിയിലാണ് ബ്രിട്ടനിലേക്ക് ഡ്രെയിൻ ചെയ്ത് പോകുന്നത് എന്ന് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വെൽബെ കമ്മീഷൻ. മെയിൻ ആയിട്ടും ബ്രിട്ടനിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ വെൽത്ത് ഡ്രെയിൻ ചെയ്തു പോയത്, ഒന്നാമത്തേതായിട്ട് നമ്മുടെ റോ മെറ്റീരിയൽസ്, വളരെ ക്വാളിറ്റി ഉള്ള സിൽക്ക്, കോട്ടൺ, ഇങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് എല്ലാം ഇന്ത്യയിൽ നിന്ന് നമ്മളുടെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞ കൂലി കൊടുത്തിട്ട്, ഇൻഡിഗോ, സിൽക്ക്, കോട്ടൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ കുറഞ്ഞ കൂലി കൊടുത്തിട്ട് അവർ എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. അതിനുശേഷം അവിടെ വ്യവസായിക വിപ്ലവവും കാര്യങ്ങളും എല്ലാം വന്നിട്ട് മെഷീനറീസ് ഒക്കെ ഭയങ്കര എലോബറേറ്റ് ആയിരുന്നു. ആ ടൈമിൽ മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ വിലക്കുറവിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റു. ഒന്നാമത്തെ കാര്യം അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? നമ്മുടെ വെൽത്ത് അവർ ലൂട്ട് ചെയ്തത്. രണ്ടാമതായിട്ട് അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്നപ്പോൾ അവരുടെ ചെലവ്, അവരുടെ സാലറി, അവരുടെ മറ്റ് എക്സ്പെൻസുകൾ എല്ലാം ഇന്ത്യൻസ് ആയിരുന്നു മീറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അതേപോലെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ടാക്സസ്, അതേപോലെ ബ്രിട്ടീഷുകാരുടെ ഗുഡ്സ് സപ്ലൈ ചെയ്യാനായിട്ടുള്ള റെയിൽവേ ലൈൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതിൻ്റെ എക്സ്പെൻസസ്, ഇങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ വെൽത്ത് ലൂട്ട് ചെയ്തത്. ഓക്കെ, ഇനി ദാദാഭായ് നവറോജി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, വി ഡു നോട്ട് ആസ്ക് ഫേവേഴ്സ്, വി ഓൺലി വാണ്ട് ജസ്റ്റിസ്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആരാണെന്ന് എപ്പോഴും ചോദിക്കും. അപ്പം ഹു proclaimed the statement that we do not ask favors, we only want justice, ആരാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി ആണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടിഷ് റൂൾ ഇൻ ഇന്ത്യ. ഇനി ദാദാഭായ് നവറോജി പ്രസിഡന്റ് ആയിരുന്ന INC സെഷൻസ് ഏതൊക്കെയായിരുന്നു? 1886 സെഷൻ, 1893 ആൻഡ് 1906. ഈ 3 വർഷങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. 1886, 1893 ആൻഡ് 1906. ഇനി ഇദ്ദേഹം സ്ഥാപിച്ച 2 സംഘടനകളാണ്, ഒന്ന് ഗ്യാൻ പ്രകാശ് മണ്ഡൽ, അതേപോലെ ബോംബെ അസോസിയേഷൻ. എന്നാണ് ഫോം ചെയ്യുന്നത്? 1852 ബോംബെ അസോസിയേഷൻ ഫോം ചെയ്യുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ PYQ ആണ്. ഇനി ബദറുദ്ദീൻ ത്യാബ്ജിയുടെ കാര്യം ഞാൻ പറഞ്ഞു. 1887 INC സെഷനിലെ, മദ്രാസ് സെഷനിലെ പ്രസിഡന്റ് ആയിരുന്നു. 1887 മദ്രാസ് സെഷന്റെ പ്രത്യേകത എന്തായിരുന്നു? ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ വെച്ച് INC സെഷൻ നടക്കുകയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. INCയുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ബദറുദ്ദീൻ ത്യാബ്ജി. അതേപോലെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാലും ബദറുദ്ദീൻ ത്യാബ്ജി ആണ്. ഇനി അദ്ദേഹമാണ് ബോംബെ ഹൈക്കോർട്ടില് ബാരിസ്റ്റർ ആയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ബദറുദ്ദീൻ ത്യാബ്ജി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, ബംഗാൾ പാർട്ടീഷൻ. ബംഗാളിന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക്, രണ്ടിനാണെങ്കിലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്.
കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നത്, ബ്രിട്ടീഷ് എംപയർ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് ബംഗാളിലൂടെയാണ്. ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കുന്നതും ആദ്യത്തെ വൈസ്രോയ് വരുന്നതും എല്ലാം ബംഗാളിലാണ്. ഓക്കെ, അപ്പം ബംഗാൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ബംഗാളിനൊരു പേരുണ്ട്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ നഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന പ്ലേസ് ആണ് ഏത്? ബംഗാൾ. ബംഗാൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, നഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റും എല്ലാം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? അതേപോലെ ആദ്യകാല നാഷണൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ലീഡേഴ്സ് എല്ലാം എവിടെ നിന്നുമായിരുന്നു? ബംഗാളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബംഗാൾ. അങ്ങനെ ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിക്കാൻ തീരുമാനിക്കുന്നു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. അവരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിഭജിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ ഭരണം കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മതത്തിന്റെ ഹിന്ദു മുസ്ലിം ഡിവൈഡ് കൊണ്ടുവന്ന് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗാളിനെ വിഭജിക്കുന്നത്. ആ ബംഗാൾ വിഭജനം എന്നാണ് റെസൊല്യൂഷൻ പാസ്സാവുന്നത്? 19th ജൂലൈ 1905 പാർട്ടീഷന്റെ ഡിക്ലറേഷൻ പാസ്സാവുന്നത്. എന്നാണ്? ജൂലൈ 19th 1905. എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് ഒക്ടോബർ 16 1905. ഈ രണ്ട് ഡേറ്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഡിക്ലറേഷൻ ഓഫ് പാർട്ടീഷൻ വാസ് പാസ്ഡ് ഓൺ ജൂലൈ 19th 1905 and the Bengal partition came into force on 16th October 1905. ഇനി ബംഗാൾ വിഭജനത്തിന്റെ ടൈമിലെ വൈസ്രോയ് ആരായിരുന്നു? ബ്രിട്ടീഷ് വൈസ്രോയ് ലോർഡ് കേഴ്സൺ ആയിരുന്നു. ആരായിരുന്നു? ലോർഡ് കേഴ്സൺ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ആക്ച്വൽ ബംഗാൾ പാർട്ടീഷൻ നടക്കുമ്പോൾ, എന്ന് വെച്ചാൽ ആക്ച്വലി ബംഗാൾ പാർട്ടീഷൻ നടക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് ഗവർണർ എന്ന് ചോദിച്ചാൽ ലോർഡ് മിന്റോ സെക്കൻഡ് ആയിരുന്നു. ലോർഡ് മിന്റോ സെക്കൻഡ്. അപ്പം ബംഗാൾ വിഭജന സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ലോർഡ് കേഴ്സണും. ഹു വാസ് ദ ബ്രിട്ടീഷ് വൈസ്രോയ് വെൻ ബംഗാൾ പാർട്ടീഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ ലോർഡ് മിന്റോ സെക്കൻഡുമായിരുന്നു. ഈ രണ്ട് പോയിന്റ്സും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ബംഗാളിനെ എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യുന്നത്? ഒന്ന്, ഈസ്റ്റ് ബംഗാൾ ആൻഡ് അസം ഹിന്ദു ഭൂരിപക്ഷ മേഖലയായിരുന്നു. ഈസ്റ്റ് ബംഗാൾ ആൻഡ് അസം, ഇതിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? ധാക്ക. മറ്റൊന്ന് ബംഗാളിന്റെ ക്യാപിറ്റൽ കൽക്കട്ട, അവിടെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായിരുന്നു. ഇപ്പൊ ഈസ്റ്റ് ബംഗാളില് ഹിന്ദു ഭൂരിപക്ഷ മേഖലയും വെസ്റ്റില് ബംഗാളില് കൽക്കട്ട ക്യാപിറ്റൽ ആയിട്ടുള്ള ബംഗാളില് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായിരുന്നു. പടിഞ്ഞാറൻ പ്രവിശ്യ എന്നൊക്കെ നമ്മൾ പറയും. ഇനി ഇത് ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ആയിരുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ബംഗാൾ വിഭജനം കുറച്ച് വർഷം കഴിയുമ്പം ഈ സ്വദേശി മൂവ്മെന്റിന്റെ ഒക്കെ ഫലമായിട്ട് നിർത്തലാക്കുന്നുണ്ട്. അന്വൽമെന്റ് എന്നൊരു വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അന്വൽമെന്റ് എന്ന വേർഡിന്റെ അർത്ഥം റദ്ദാക്കുക. മലയാളത്തിൽ പറയുകയാണെങ്കിൽ റദ്ദാക്കുക. അനോൾമെന്റ് ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജനം റദ്ദാക്കുന്നത് 1911 1911 ബംഗാൾ വിഭജനം റദ്ദാക്കുന്നത്. ആരാണ് റദ്ദ് ചെയ്യുന്നത്? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത് ഹാർഡിഞ്ച് പ്രഭുവാണ്. ആരാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത്? ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഹാർഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത്. ഏത് വർഷം? 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? ഇനി 1911 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ പ്രത്യേകത? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റൽ കൽക്കട്ടയായിരുന്നു. 1900 ഇത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഈ ഒരു വർഷം നിങ്ങൾ കാണാതെ പഠിക്കണ്ട, ഓർത്തിരിക്കാൻ വേണ്ടി ഒരേ വർഷമായിട്ട് ബന്ധപ്പെട്ട് 2-3 പോയിന്റ്സ് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കണം. അപ്പം കൽക്കട്ടയിൽ നിന്നും ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹി ആയ വർഷമാണ് 1911. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ പഠിക്കാനുള്ള എളുപ്പത്തിന് നിങ്ങൾ ഓർത്ത് വെക്കുക. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സെയിം വർഷം തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റൽ കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ആയത്. ഈ ഒരു കാര്യം അപ്പൊ നിങ്ങൾ എക്സ്ട്രാ ഒരു പോയിന്റും കൂടി പഠിച്ചു കഴിഞ്ഞു. അപ്പം അനോൾമെന്റ് ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് ഡൺ ഇൻ വിച്ച് ഇയർ? 1911 ആൻഡ് ബൈ the viceroy at that time. The viceroy was ഹാർഡിഞ്ച് സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി
നമുക്ക് സ്വദേശി മൂവ്മെന്റിനെ പറ്റി നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ നടന്ന ആദ്യത്തെ മാസ് മൂവ്മെന്റ് ആണ് ഏത്? സ്വദേശി മൂവ്മെന്റ് 1905. ആ ടൈമില് INC പ്രസിഡന്റ് ആയിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ആ സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഏത് സെഷനാണ് INC സെഷൻ എന്ന് ചോദിച്ചാൽ ബനാറസ് സെഷനിൽ വെച്ചിട്ടാണ് സ്വദേശി മൂവ്മെന്റിനുള്ള ഡിക്ലറേഷൻ പാസ്സാകുന്നത്. ഇനി ബംഗാൾ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു സ്വദേശി മൂവ്മെന്റ് കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. ഈ സ്വദേശി മൂവ്മെന്റിന്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ്. ഒന്ന് ഫോറിൻ ഗുഡ്സിന്റെ ബോയ്ക്കോട്ട്, ഫോറിൻ ഗുഡ്സ് പരിത്യജിക്കുക. അത് കൂടാതെ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾക്ക് പ്രോത്സാഹനം നൽകുക. ഇപ്പൊ നമ്മുടെ ഫോറിൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ബ്രിട്ടീഷ് നിർമ്മിത വസ്ത്രങ്ങൾ, അതേപോലെ പഞ്ചസാര, ഈ കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കാതെ പകരം ഇന്ത്യൻ നിർമ്മിത ഖാദി വസ്ത്രങ്ങൾ, ഇത് കൂടാതെ ഇന്ത്യൻ നിർമ്മിത ശർക്കര, ഇതെല്ലാം പകരമായിട്ട് സപ്ലിമെന്റ് ആയിട്ട് പ്രോത്സാഹിപ്പിക്കുക. ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തിന്? സ്വദേശി മൂവ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു? ഒന്ന് ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ്. ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് എന്ന് പറയുമ്പം അതിൽ പിന്നീട് ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ പ്രോത്സാഹനം വരും. എന്തൊക്കെയായിരുന്നു? ഖാദി, അതേപോലെ ഫുഡിന്റെ കാര്യത്തിൽ ജാഗരി. ഇനി ഈ ടൈമിലാണ് മൗലാന ഹസ്രത് മൊഹാനി എന്ന ഉറുദു കവി ഈ സ്വദേശി മൂവ്മെന്റിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് വെച്ചാൽ വിപ്ലവം വിജയിക്കട്ടെ അഥവാ ലോങ് ലീവ് ദ റെവല്യൂഷൻ എന്ന അർത്ഥം വരുന്ന ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എഴുതുന്നത്. ആരാണ് അതിന്റെ ഉപജ്ഞാതാവ്? ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഇൻഖിലാബ് സിന്ദാബാദ്. ഈ ഇൻഖിലാബ് സിന്ദാബാദ് എന്ന വാക്യത്തിന്റെ ഉപജ്ഞാതാവാണ് മൗലാന ഹസ്രത് മൊഹാനി. ഉറുദു കവിയാണ് മൗലാന ഹസ്രത് മൊഹാനി. ഇനി അതേപോലെ അശ്വിനി കുമാർ ദത്ത് ആ സമയത്ത് ഒരു സംഘടന സ്ഥാപിക്കുന്നുണ്ട്. ഏതാണ് ആ സംഘടന? സ്വദേശി ബാന്ധവ് സമിതി. സ്ഥാപിക്കുന്ന വ്യക്തി അശ്വിനി കുമാർ ദത്ത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്യുക. ഇംഗ്ലീഷ് ക്ലോത്ത്സ് എന്ന് വെച്ചാൽ ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തുണിത്തരങ്ങളും മറ്റു പ്രോഡക്ട്സും ഒക്കെ ബോയ്ക്കോട്ട് ചെയ്യുക. ഇതെല്ലാമായിരുന്നു എന്ത്? ഇവരുടെ മെയിൻ ആയിട്ടുള്ള സ്വദേശി മൂവ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി സ്വദേശി ഗുഡ്സിന്റെ യൂസ് പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ഇങ്ങനൊരു ഐഡിയ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ആരാണ്? കൃഷ്ണകുമാർ മിത്ര. കൃഷ്ണകുമാർ മിത്ര ബോയ്ക്കോട്ട് ഓഫ് ഇംഗ്ലീഷ് ഗുഡ്സ് എന്ന ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ് കൃഷ്ണകുമാർ മിത്ര. അദ്ദേഹത്തിന്റെ സഞ്ജീവനി എന്ന പത്രത്തിലൂടെയാണ് ഈ ആശയങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചത്. പത്രത്തിന്റെ പേര് സഞ്ജീവനി. ബോയ്ക്കോട്ട് ഓഫ് ഇംഗ്ലീഷ് ഗുഡ്സ് എന്ന ആശയം കൊണ്ടുവന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കൃഷ്ണകുമാർ മിത്ര. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അതേപോലെ അശ്വിനി കുമാർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഭാരത് ഗീത്, ആത്മപ്രതിഷ്ഠ, പ്രേം, കർമ്മയോഗ, ഭക്തിയോഗ. അപ്പൊ അദ്ദേഹം രചിച്ച പുസ്തകങ്ങളുടെ പേരെന്താണ്? ഭാരത് ഗീത്, ആത്മപ്രതിഷ്ഠ, പ്രേം, കർമ്മയോഗ, ഭക്തിയോഗ. ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരെ പ്രധാനപ്പെട്ട ഒരു കൃതി രചിച്ചു. അതിന്റെ പേരാണ് അമർ സോനാർ ബംഗ്ല. അമർ സോനാർ ബംഗ്ല എന്ന കൃതി രചിച്ച വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. അവർ ഗോൾഡൻ ബംഗാൾ ആന്റി പാർട്ടീഷൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ആ കൃതി രചിക്കുന്നത്. വെച്ചാൽ ബംഗാൾ വിഭജനത്തിന് എതിരെയാണ് അമർ സോനാർ ബംഗാൾ എന്ന കൃതി രചിക്കുന്നത്. അതിൽ നിന്ന് ഏത് രാജ്യത്തിന്റെ നാഷണൽ ആനന്ദമാണ്? ബംഗ്ലാദേശിന്റെ നാഷണൽ ആനന്ദമാണ് അമർ സോനാർ ബംഗ്ല. അപ്പം ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ രണ്ട് രാജ്യങ്ങളുടെ നാഷണൽ ആനന്ദം രചിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ ജനഗണമന രചിച്ചതും, അതേപോലെ ബംഗ്ലാദേശിന്റെ അമർ സോന ബംഗ്ല എന്ന് വെച്ചാൽ അവർ ഗോൾഡൻ ബംഗാൾ എന്ന ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇനി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്വദേശി മൂവ്മെന്റുമായിട്ട് ആരംഭിക്കുന്നതാണ് രക്ഷാബന്ധൻ. അപ്പൊ ഇന്ത്യയിൽ രക്ഷാബന്ധൻ ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെ നേതൃത്വത്തിലാണ് രക്ഷാബന്ധന് തുടക്കം കുറിക്കുന്നത്.
ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇനി ഓരോ പ്ലേസിലും സ്വദേശി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പ്ലേസിലും ഓരോ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. നമുക്കത് ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പഞ്ചാബില് ലാലാ ലജ്പത് റായും അജിത് സിംഗുമായിരുന്നു ലീഡേഴ്സ്. ഡൽഹിയില് സെയ്ദ് ഹൈദർ റാസ. ഇപ്പൊ പഞ്ചാബില് ലാലാ ലജ്പത് റായ് അജിത് സിംഗ്, ഡൽഹിയില് സെയ്ദ് ഹൈദർ റാസ, മദ്രാസില് ചിദംബരം പിള്ള, വി.ഒ. ചിദംബരം പിള്ള, കപ്പലോട്ടിയ തമിഴൻ എന്നൊക്കെ അറിയപ്പെട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് വി.ഒ. ചിദംബരം പിള്ള. അദ്ദേഹമാണ് മദ്രാസില് ഈ സ്വദേശി മൂവ്മെന്റിന് നേതൃത്വം നൽകുന്നത്. മഹാരാഷ്ട്രയില് ബാലഗംഗാധര തിലക്, ആന്ധ്രാപ്രദേശില് ഹരിസർവോത്തം റാവു ആണ് ആന്ധ്രയില് നേതൃത്വം നൽകുന്നത്. ഇത്രയും ലീഡേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് നോക്കാം, മുസ്ലിം ലീഗ്. ഇനി നമുക്ക് മുസ്ലിം ലീഗിനെ പറ്റി നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തന്നെ ഒരു സെക്ഷൻ മുസ്ലിംസ് ഇന്ത്യയെ പാർട്ടീഷൻ ചെയ്യണം, മുസ്ലിംസിന് മാത്രമായിട്ടൊരു രാജ്യം വേണം എന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയാണ്. അതാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഇതിന്റെ ഫോർമേഷനിലേക്ക് നയിച്ച ഘടകം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. എന്താണ് മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ്? ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത മുസ്ലിംസ് ആണ് ഡിസംബർ 30, 1906 മുസ്ലിം ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേറ്റ് ഓർത്ത് വെക്കുക, ഡിസംബർ 30, 1906. ആരൊക്കെയായിരുന്നു മുസ്ലിം ലീഗിന്റെ ഫോർമേഷന് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ നവാബ് സലീമുള്ള ഢാക്കയിലെ, ആഗാ ഖാൻ ആദ്യത്തെ പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ആഗാ ഖാൻ. അതേപോലെ തന്നെ വിഖർ ഉൽ മുൽക്ക്, അതേപോലെ മുഹ്സിൻ ഉൽ മുൽക്ക്. മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ഒന്ന് നവാബ് സലീമുള്ള, ആഗാ ഖാൻ, വിഖർ ഉൽ മുൽക്ക്, നവാബ് മുഹ്സിൻ ഉൽ മുൽക്ക്. ഇത്രയും പേരാണ് നേതൃത്വം നൽകിയത്. അതിൽ ആഗാ ഖാൻ ആയിരുന്നു മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇവരുടെ മുസ്ലിം ലീഗിന്റെ അമൃത്സർ സെഷനിൽ ആരായിരുന്നു? അമൃത്സർ സെഷന്റെ പ്രസിഡന്റ് സയ്യിദ് അലി ഇമാം ആയിരുന്നു. 1908 അമൃത്സർ സെഷൻ നടക്കുന്നത്. ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നു, വിച്ച് വാസ് ഗ്രാൻഡഡ് ടു ദം ബൈ ദി മിന്റോ മോർ. മുസ്ലിംസിന് ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അവർ ഡിമാൻഡ് ചെയ്യുന്നു 1908. 1909 മിന്റോ മോർലി റിഫോംസിൽ ഈ ഒരു ആവശ്യം ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനി മുസ്ലിം ലീഗിന്റെ ഒഫീഷ്യൽ ന്യൂസ് പേപ്പർ ആയിരുന്നു ഏത്? ഡോൺ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ. മുസ്ലിം ലീഗിന്റെ ഒഫീഷ്യൽ ന്യൂസ് പേപ്പർ ഏതായിരുന്നു? ഡോൺ. എവിടെയാണ് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത്? ധാക്കയിലായിരുന്നു മുസ്ലിം ലീഗ് ഫോം ചെയ്തത്. 1906 ഫോം ചെയ്തത്. ഇനി മുസ്ലിം ലീഗിന്റെ മെമ്പറായിട്ട് മുഹമ്മദ് അലി ജിന്ന ജോയിൻ ചെയ്തത് 1913 മുഹമ്മദ് അലി ജിന്ന ജോയിൻ ചെയ്യുന്നത്. അതേപോലെ 1916 എന്തായിട്ട് മാറി മുഹമ്മദ് അലി ജിന്ന? മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അല്ലേ? ഇനി 1906 സ്വരാജ് എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നു കോൺഗ്രസിന്റെ. കൽക്കട്ട സെഷനിലാണ് 1906 കൽക്കട്ട സെഷനിലാണ് സ്വരാജ് എന്ന ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ എക്സ്ട്രീമിറ്റീസിന്റെ ഇൻഫ്ലുവൻസിലാണ് ഈ സ്വരാജ് എന്ന ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സെഷന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നു ഈ സെഷന്റെ പ്രസിഡന്റ്. 1906 കൽക്കട്ട സെഷന്റെ പ്രസിഡന്റ്.